സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ വിഭീഷണന്റെ ശരണപ്രാപ്തി എന്ന ഭാഗമാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിന്റെ കുകുലന്വയ രത്നദീപം അജാനുബാഹുമരവിന്ദതളായദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിവ്യഹവരം വ്യാഖ്യാന്തം വരദാദിഭിः പരിവൃതം രാമം ഭജേ ശ്യാമളം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യേ ജനകാത്മജേയ ആദായ തേനൈവ തദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. ശ്രീരാമചന്ദ്രചരണൗ മനസസ്മരാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. വിഭീഷണന്റെ ശരണപ്രാപ്തി. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദബ്ജസേവാർത്ഥമായി ശോകം വിനാ നാലമത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിൻ നേരെ മകൾ നിന്നുച്ചസ്ഥരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമാരമാരമണാതിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. രാജീവനത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപദേ ജയ. രാവണൻ തന്നുട സോദരൻ ഞാൻ തവ സേവാർത്ഥമാവിട കൊണ്ടേ ദയാനിധേ. ആംനായ മൂർത്തേ രഘുപതേ ശ്രീപതേ നാംനാ വിഭീഷണൻ തൽഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതമോ നീ എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുമെന്ന് ആവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാലേറ്റതില്ലേതുമേ. പത്യമായുള്ളതു ചൊല്ലിയതേറ്റം അപത്യമാവന്നിതവൻ വിധിവശാൽ വാളുമായെന്നെ വധിപ്പാനടുത്തിതോ കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താലടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാലമത്യന്മാരുമായി വിടകൊണ്ടേ ഒരാലംബനോ മറ്റെനിക്കില്ല ദൈവമേ.
ജന്മമരണമോക്ഷാർത്ഥം ഭവശരണം ഭുജം മേ ശരണം കരുണം ബുധേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശേഷ രാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധവാണിയായി വന്നാരമത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നവനില്ലോ ഒരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനെ നിന്തിരുവള്ളത്തിൽ എന്തെന്ന വിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുത്തായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെ മതം. നക്തഞ്ചരാലയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്ന് വന്നിടുമോ. നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിതരക്ഷണമെന്ന് ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ചരു ചെയ്തൊരുപതി. മാരുതി ചൊന്നതുവന്നമത്രയും വീര വിഭാകരപുത്ര വരികടോ. ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും ജാമ്പവതാതി നീതിജ്ഞവരന്മാരെ. ഉർവീശനായാൽ അവനാശ്രിതന്മാരെ സർവസോ രക്ഷേ ശുനശവനാനവി. രക്ഷിയാഞ്ഞല്ലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശമേതം ചെയ്ത പുണ്യവൻ എന്നു ചൊല്ലുന്നതോ വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നേ മുരുകബോധം നിജവീടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേ വീടിനാൻ. ഉന്നതമായോരു പാദവാഗ്രേതത ചെന്നോരു കാട്ടാളനെ ഇത് കൊന്നിടിനാൻ. തന്നെ പക്ഷിണിയെ സുരതന്ധരെ വന്നോരു ദുഃഖം പുറഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും. ദിനേശനും ചെന്നു ചരമാബ്ദി തന്നിൽ മറഞ്ഞത്. ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാസു കൊടുത്തിതു വന്യയും. തന്നെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ട് ചുട്ടാസു തിന്നിടിനാൻ. എന്നതുകൊണ്ടോ പിസപ്പടങ്ങിടാഞ്ഞ് പിന്നെയും പീഡിച്ചിരിക്കും കിരാതന്. തന്നെ ദേഹവും നൽകിനാനൻപോട് വന്നിയിൽ വീണു കിരാതസനർത്ഥമായി. അത്ര പോലും വേണമാശ്രിതരക്ഷണം മർത്തനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചു ഒന്ന് കേട്ടിയിടുവിൻ എന്നെ ചതിപ്പതേനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയോ നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയാകേതമിതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കുമതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്ന മറിക നീ.
ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനൻ. രാമം വിശാലാക്ഷമിന്ദീവരേതള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാപപ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുലസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനാ സ്തുതിച്ചിടിനൻ. ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്രരാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപാദംബുജം നമസ്തേ സദാ. ചണ്ഡാംശുഗോത്രോദ്ഭവായ നമോ നമ. ചണ്ഡകോദണ്ഡധരായ നമോ നമ. പണ്ഡിതകൽപുണ്ടരീക ചണ്ഡാംശവേ ഗണ്ഡപരശുപ്രിയായ നമോ നമ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ. നിത്യമനാദി ഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമ. ഭക്തിപ്രദായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ. വിശേഷണം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥി സംഹാരകാരണൻ. സന്തതം ജംഗമാജംഗഭൂതങ്ങളിൽ അന്തർവാപ്തനാകുന്നതും ഭവൻ. നിന്മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനം. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കെ വേവലാൽ സത്യമാ തോന്നൂ അതിലില്ല സംശയം. എത്ര നാളെ അറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്നഹം. ആത്മാവിനെ അറിയായികയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനമാത്മന. ദുഃഖപ്രദമോ വിഷയേന്ദ്രിയ സംയോഗം ഒക്കെയുമോർത്താലൊടുക്കമാനാത്മനം. ആദികാലേ സുഖമെന്ന് തോന്നിക്കും ഏതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രജാഹിപാദികളൊക്കെയും ചിന്തിക്കലോ നിന്തിരുവടേ നിർണയം അന്തവും ആദ്യമില്ലാതെ ദൈവമേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതിസൂലനും ഭവാൻ. നൂന മണവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാതാവായതും ഭവാൻ. ദർവീകരേന്ദ്രസേന ദയാനിധേ. ആദ്യമദ്യന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. അച്യുതനവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ
മായാവിഹീനൻ മധുകൈടബന്ധകൻ ജ്ഞാനിക തൽപാദ ഭക്തി നിശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗസൗധം കരേറിടുവാൻ മനസേ കാമിച്ചു വന്നേൻ ജഗൽപതേ സീതാപതേ രാമ കാരുണികോത്തമ യാതുദാനന്ദക രാവണാരേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗര വേദനാം എന്നെ രക്ഷിച്ചു കൊള്ളണമേ ഭക്തിപരവശനാ സ്തുതിച്ചേടിന ഭക്തനെ കണ്ടു തെളിഞ്ഞോരു ഉത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവമരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ ഭരിക്കാ സന്തുഷ്ടനാം ഞാൻ വരദാനീക തൽപരൻ ഒട്ടമേ താപമൊരുത്തനും എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലതോർക്ക് നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിടൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ലൊഴിയിൽ മത്സമനായൊരു ശുദ്ധനമില്ലഹോ മത്സമനായി മറ്റൊരുവനുമില്ലിഹ തൽസ്വരൂപം മമ കാണായ കാരണം കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ നിർമ്മലമാമ്പവജ്ഞാനവും ഭക്തിയും തദ്ധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തേ വിഷയ സുഖാശയില്ലേതുമേ ത്വൽപാദപങ്കജ ഭക്തിരേ വസ്തുമേ നിത്യമളക്ക മൊഴിഞ്ഞു കൃപാനിധേ ഇത്തമാകർണ സംപ്രീതനം രാഘവൻ നക്തഞ്ജനാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതി ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതോ വാഴ്ക നീ എന്നാൾ നിനക്ക് മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായ ഒരു ഭക്തീകര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്യലും മുക്തി വരും അതിനില്ലോരോ സംശയവും ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയനരുൾ ചെയ്തത് സാദരം എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണമതിന്നു നീ ലങ്കാധിപനൻ ഇവൻ അഭിഷേകവും സംഘാവിഹീനം അൻപോട് ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നേടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളെന്നിവൻ വാഴ്ക ലങ്കാരാജമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാദീപത്യാർത്ഥമഭിഷേകം അൻപോട് വാദ്യഘോഷേന ചെയ്തിടിനാൻ വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദിവേറിട്ടു ചെയ്തിടിനാരാധരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ പുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാധിയും ശ്രീരാമചന്ദ്രനെ വാഴ്ചിത്തുതിച്ചിതു വേരുനിനാഥം മുഴക്കിനാർ കുംഭരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്ന സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമേ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവുമാവോളമാസു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം സുഗ്രീവ വാക്യമാകർണ്യ വിഭീഷണഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടിനൻ സാക്ഷാ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്ക് ബന്ധുശത്രുക്കൾ എന്നുള്ളതുമില്ല കീൾ ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ
മൂഢത്തമത്രേ നമുക്ക് തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേനമയാബലൻ. തദ്ദശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചലപ്രവരോക്തികൾ കേട്ടോരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. വിഭീഷണൻ സീതാദേവിയെ ശ്രീരാമന് കൊണ്ടുകൊടുത്ത് പാദത്തിൽ നമസ്കരിക്കുകയാണ് വേണ്ടതെന്നൊക്കെ രാവണനോട് പലതരത്തിലുള്ളതായ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. പക്ഷെ അതൊന്നും രാവണൻ ഏറ്റില്ല. ഏതായാലും ഞാൻ ശ്രീരാമനെ ശരണം പ്രാപിക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ എത്തിച്ചേരുകയാണ്. രാവണൻ താൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദപ്ത സേവാർത്ഥമായി ശോകം വിനാ 4 അമാത്യന്മാരുമായി ആകാശമാർഗ്ഗം ഗമിച്ചാൻ. രാവണൻ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് വിഭീഷണൻ 4 മന്ത്രിമാരുമായിട്ട് ശ്രീരാമൻ സന്നിധിയിലേക്ക് ചെന്നു ചേർന്നു. ശ്രീരാമദേവൻ ഇരിക്കുന്നതിന്റെ മുകളിൽ നിന്നും ആകാശത്തിൽ വെച്ചുകൊണ്ട് ശ്രീരാമദേവന് വളരെ ഭക്തി വിനയാന്വിതം സ്തുതിക്കാൻ വേണ്ടി തുടങ്ങി. രാമാരമാരമണാത് ലോകീപതേ സ്വാമിഞ്ജേതിയ. പലതരത്തിലും ശ്രീരാമനെ സ്തുതിച്ചു. ആംനായ മൂർത്തി രഘുപതേ ശ്രീപതേ, ഞാൻ വിഭീഷണനാണ്, അങ്ങയുടെ ഭക്തസേവകനാണ്. സീതയെ കട്ടുകൊണ്ടുപോയത് ഉചിതമല്ല എന്ന് രാവണനോട് ഞാൻ പലതും പറഞ്ഞിരുന്നു. സീതയെ തിരിച്ചു കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ഉപദേശ കാര്യങ്ങളൊന്നും അജ്ഞാനായതുകൊണ്ട് രാവണനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞത് അവന് ഉപദേശം ഇഷ്ടപ്പെടാതെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ വാളുമായി എന്നെ വധിപ്പാൻ വന്നു. ഞാൻ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഓടിയിട്ട് 4 മന്ത്രിമാരുമായിട്ടിതാ ശ്രീരാമേന്ദ്ര പ്രഭു അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ജന്മമരണ മോക്ഷാർത്ഥം ഭവത്സരണം ഭുജമ്മേ ശരണം കരുണാംബുദേ. ഇങ്ങനെയുള്ളതായ വിഭീഷണന്റെ വാക്കുകൾ പെട്ടെന്ന് കേട്ടപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, വിശേഷ ഇത് രാക്ഷസന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല, അവര് മായാവികളാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ രാവണന്റെ സഹോദരനാണത്ര. ആയുധമായിട്ടാണ് വന്നത്, വിക്രമുള്ളവനാണ്. 4 മന്ത്രിമാരും കൂടിയുണ്ട്. ഇവരൊക്കെ മായാവിശാരദന്മാരാണ്. നമുക്ക് പെട്ടെന്ന് അവരൊന്നും ചെയ്യില്ലാൻ തോന്നിയാൽ നമ്മൾ ചില സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴെങ്കിലും നമ്മുടെ അവർ നിഗ്രഹിക്കാനൊക്കെ തയ്യാറായെന്ന് വരും. അതിനാൽ വാനരന്മാരെ നിയോഗിക്കുക, ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ്, ഹന്തവൻ ഇവൻ, ഇല്ലൊരു സംശയം. പിന്നെ മാത്രമല്ല, ശത്രുഭാഗത്തു നിന്നും പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവനെ നമ്മൾ മിത്രമെന്ന് കരുതി വിശ്വസിക്കുന്നത്. ഇതിലധികം വിഡിത്തം വേറെ ഇല്ല. ഇതുപോലെ സുഗ്രീവനെ വിഭീഷണനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ പല വാനന്മാരും പല അഭിപ്രായം പറഞ്ഞു. ആ സമയത്ത് ഹനുമാൻ പറഞ്ഞു, വിഭീഷണൻ ഉത്തമനാണ്, നമ്മളെ വന്നിട്ട് ശരണം പ്രാപിച്ചപ്പോൾ നമ്മൾ രക്ഷിക്കേണ്ടത് നമ്മുടെ മതമാണ്. പിന്നെ മാത്രമല്ല, രാക്ഷസനായതുകൊണ്ട് മാത്രം എല്ലാവരും മോശക്കാരാവണമെന്നില്ല. ഒരു മനുഷ്യന്റെ ഒരാളുടെ ഗുണം നിർണ്ണയിക്കുന്ന അയാളുടെ ജാതിയോ പേരോ അല്ല. പിന്നെ മാത്രമല്ല, രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മളെ അഭയം പ്രാപിച്ചാൽ രക്ഷിക്കേണ്ടത് രാജാവിന്റെ കടമയുമാണ് എന്നൊക്കെ ഹനുമാൻ പറഞ്ഞപ്പോൾ ശ്രീരാം പറഞ്ഞു, ഹനുമാൻ പറഞ്ഞ ശരിയാണ്, വീര വിവാകരപുത്ര വരികളോ, ഞാൻ പറഞ്ഞ നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആശ്രിതന്മാരെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. രക്ഷിക്കുന്നില്ലെങ്കിൽ ഇതിലധികം ഒരു പാപം വേറെ ഇല്ല. ഞാനൊരു കഥ പറയാം. ഒരു കബോധം മാടപ്രാവ് തൻ്റെ ഇണയുമായിട്ട് ഒരു മരത്തിന് മുകളിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് അതിന് താഴെയുള്ളത് ഒരു കാട്ടാളൻ വന്നിട്ട് അമ്പെയ്തിട്ട് തൻ്റെ ഇണയെ അമ്പെയ്ത് കൊന്നു. ആ സമയത്ത് മാടപ്രാവ് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ശക്തമായ കാറ്റും മഴയുമൊക്കെ, ഘോരമായ മഴ വന്നു, കാറ്റ് വന്നു. തന്നെ മറന്നിടും ദശാന്തരെ വന്നത് കാറ്റും മഴയും. മാത്രമല്ല, പെട്ടെന്ന് സന്ധ്യയായി സൂര്യൻ മറയുകയും ചെയ്ത് ഇരുട്ടും വരുന്നു. ആ സമയത്ത് ആ കാട്ടാളൻ വളരെ വിശന്നിട്ട് ഇരിക്കുകയാണ്. ആ തണുത്ത് വിറച്ചിരിക്കുന്ന ആ കാട്ടാളന് ഈ മാടപ്രാവ് വിറകൊക്കെ കൊണ്ട് കൊടുത്തു, കത്തിക്കാൻ വേണ്ടി വിറക് കൊണ്ട് കൊടുത്തു. അപ്പോ ഇത് വീഴ്ചയായ തൻ്റെ ഇണയെ ആ കാട്ടാളൻ ആ
തീയിലിട്ടിട്ട് ചുട്ടുകയുണ്ടായി. എന്നിട്ടും കാട്ടാളിന്റെ വിസ പോയില്ല എന്ന് കണ്ടപ്പോൾ ആ മരത്തിന്റെ ചുവട്ടിൽ ആശ്രയിച്ചിരിക്കുന്ന കാട്ടാളന് സ്വയം ആ തീയിൽ വീണിട്ട് ഭക്ഷണമായി തീരുകയുണ്ടായി. ആ കബോധവും ഇത്ര പോലും നമ്മൾ ആശ്രിതന്മാർ രക്ഷിക്കണമെന്നാണ് കാണിക്കുന്നത്. ഒരു പക്ഷി ഇത്രത്തോളം ആശ്രിത രക്ഷണം കാണിച്ചു എങ്കിൽ നമ്മൾക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ അതിനാൽ എന്താണ് വിശേഷിച്ചും ഒന്ന് കേട്ടിടുവിൻ, എന്നെ ചതിപ്പാൻ ആരുമില്ല, എന്നെ ചതിക്കാൻ ആർക്കും സാധ്യവുമല്ല, അത് മനസ്സിലാക്കണം. അതിനാൽ ആരെയാണ് ഭയപ്പെടുന്നത് കൊണ്ടുവരാൻ അവനെ കൂട്ടി വരാൻ വേണ്ടി പറയൂ. ഇവിടെ സുഗ്രീവ നീ തന്നെ പോയിട്ട് അവനെ വരുത്തുകയാണ് വേണ്ടത്. വ്യഗ്രിയായ ഗീതമേത് ചൊല്ലി നീ മാനസേ സുഗ്രീവ നീ ചെന്ന് അവനെ വരുത്തുക. എന്നെ ഒരാൾ ശരണം പ്രാപിച്ചാൽ ഞാൻ അവർക്ക് എപ്പോഴും അഭയം കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ ഒരാൾക്ക് അഭയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജീവിത ദുഃഖം ഒരിക്കലും ഉണ്ടാവില്ല. എങ്ങനെയുള്ളതാ ശ്രീരാമന്റെ വാക്ക് കേട്ടപ്പോൾ വാനരവീരൻ വിഭീഷണനെ കൊണ്ടുവന്നു. വിഭീഷണൻ വീണ്ടും നമസ്കരിച്ചു. ശ്രീരാമൻ തന്നെ വളരെ മനോഹരമായിട്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ശ്രീരാമ സീതാമനോഹരാരാഗമ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന എന്ന് പറഞ്ഞിട്ട് പലതരത്തിലും സൂര്യവംശത്തിൽ പിറന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള സ്തുതിക്കുണ്ടായി. വിശ്വേശ്വരനാം നിന്തിരിവിടുതാനല്ലോ വിശ്വോദ്ഭവസ്യ സംഹാരകാരകൻ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം അങ്ങാണല്ലോ. അങ്ങേ ചിന്തിക്കാത്ത ആളുകൾ പലപ്പോഴും പുത്രധാരാദി വിഷയങ്ങളിൽ ഭ്രമിച്ചിട്ട് ഈശ്വരന്തിലായി കഴിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആത്മാവിനെ പറ്റി ആരും അറിയാതെ പോകുന്നു. ആലോചിച്ച് നോക്കിയാൽ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം സാക്ഷാൽ ഭഗവാൻ അങ്ങാണല്ലോ. ചിന്തിക്കലോ നിന്തിരിവിടെ നിർണയം അന്തവും ആദ്യമില്ലാത്ത ദൈവമേ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണല്ലോ. അണുവിൽ നിന്ന് അണിയൻ പരമാണുവും താങ്കളാണ്. ഈ ലോകത്തിന്റെ പിതാവും മാതാവും ഒക്കെ ഭഗവാൻ അങ്ങ് തന്നെയാണ്. ആദ്യമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിന് ഈശ്വരൻ എല്ലാം താങ്കൾ തന്നെയാണല്ലോ. താങ്കളെ ആർക്കും അറിയാൻ വേണ്ടി സാധിക്കില്ല. നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാത്തവൻ നിർവികാരനാണ്, മായാമനുഷ്യനാണ്. ഞാനിതാ അങ്ങയുടെ പാദത്തെ ശരണം പ്രാപിക്കുകയാണ്. ജ്ഞാനികാത്വൽപാദ ഭക്തി നിശ്രേണിയെ സാനന്ദമാസ സംപ്രാപ്യരകുപതേ. ഞാൻ ജ്ഞാനയോഗമാകുന്ന ആ മാളികയിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനിതാ അങ്ങയുടെ നമസ്കരിക്കുന്നു. പാദാംബുജം നമസ്തേ ഭവസാഗരഭീതരാമനെ രക്ഷിച്ചു കൊള്ളയണമേ. ഈ സംസാര സാഗരത്തിൽ ഭയപ്പെട്ടിരിക്കുന്നതിനെ രക്ഷിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഭീഷണൻ ഭക്തിയാ സ്തുതിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാ ഞാൻ വരദാനേ കൽപ്പന. നിനക്ക് എന്താ വരം വേണ്ടത്? നിനക്ക് വരം തരാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. എന്നെ കണ്ടു കിട്ടിയാൽ ഒരാൾക്കും പിന്നെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവില്ല. ഇത് പറഞ്ഞപ്പോൾ വിഭീഷണൻ ആവശ്യപ്പെട്ടത്, ഞാനിതാ ധന്യനായിരിക്കുന്നു, കൃതാർത്ഥനായിരിക്കുന്നു. അങ്ങയെ കാണാൻ വേണ്ടി സാധിച്ചത് കൊണ്ട് തന്നെ ഞാനിതാ ഇപ്പോൾ വിമുക്തനായിരിക്കുകയാണ്. എന്നെ പോലെ ഒരു ധന്യനായ ഒരാൾ ഈ ഭൂമിയിലില്ല, എന്നെ പോലെ ശുദ്ധനായ ഒരാൾ ഈ ഭൂമിയിലില്ല. എനിക്ക് തുല്യനായിട്ട് മറ്റാരുമില്ല എന്ന് തന്നെ പറയണം. കാരണം സാക്ഷാൽ ഭഗവാനായ അങ്ങയുടെ രൂപത്തിലേക്ക് കാണാൻ വേണ്ടി സാധിച്ചുവല്ലോ. തൊൽസ്വരൂപം അമ്മ കാണായ കാരണാൽ. അതിനാൽ എനിക്ക് വേണ്ടത് ഈ ജീവിതത്തെ നശിപ്പിക്കുന്നതായ നിർമ്മലമായ ഭഗവത്ജ്ഞാനവും ഭക്തിയും അങ്ങയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ധ്യാനവുമാണ് എനിക്ക് വേണ്ടത്. എനിക്കൊരിക്കലും ഈ ഭൗതിക വിഷയങ്ങൾ ഒരു തരത്തിലുള്ള താല്പര്യവുമില്ല. അങ്ങയുടെ പാദത്തെയാണ് ഞാൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ പാദത്തിൽ ഭക്തിയല്ലാതെ മറ്റൊന്നും തന്നെ എനിക്ക് വേണ്ടതില്ല എന്നൊക്കെയുള്ളതായ ആ വിഭീഷണന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ സദാസമയത്തും ജ്ഞാനികളായുള്ള യോഗികളുടെ മനസ്സിലാണ് സീതയുമായിട്ട് ഞാൻ എപ്പോഴും വസിക്കുന്നത്. അതിനാൽ എന്നെ ധ്യാനിച്ചുകൊണ്ട് നീ എപ്പോഴും കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം വരും. മാത്രമല്ല എന്നെപ്പറ്റി നീ പറഞ്ഞ ഈ ശുദ്ധമായ ഈ സ്തോത്രം ആരാണോ കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്നത് അവർക്കും മുക്തി വരും. ഇത്രയും പറഞ്ഞു. ലക്ഷ്മണ ഒരു കാര്യം ചെയ്യണം, എന്നെ ഈ വിഭീഷണൻ വന്ന് കണ്ടതുകൊണ്ട് അതിന്റെ ഫലം ഇന്നിനും ഉണ്ടാക്കണം. ഒരു കാര്യം ചെയ്യാം, ലങ്കയിലെ രാജാവായിട്ട് വിഭീഷണൻ ഇപ്പോൾ തന്നെ വാഴിക്കണം. ലങ്കാധിപന് ഇവനും അഭിഷേകവും ശങ്കാവിഖ്യാനം അൻപോട് ചെയ്യുക. സമുദ്രത്തിൽ നിന്നും സമുദ്രം കൊണ്ടുവരിക. വാനരന്മാർ പോയിട്ട് വളരെ പെട്ടെന്ന് കൊണ്ടുവരണം. അങ്ങനെ ആകാശചന്ദ്രന്മാരും അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും എന്റെ കഥയുമുള്ള കാലത്തോളം ലങ്കയുടെ രാജാവായിട്ട് വിഭീഷണൻ ഇവിടെ നിലനിൽക്കാൻ ഇടയാകട്ടെ എന്നൊക്കെ ശ്രീരാമൻ
അനുഗ്രഹിക്കുകയുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്മണൻ വിഭീഷണനെ ലങ്ക രാജാവായിട്ട് അഭിഷേകം ചെയ്തു. സർവത്ര വാദ്യമേളങ്ങൾ മുഴങ്ങി. ആകാശം ദേവന്മാർ പുഷ്പപുട്ട് ചെയ്തു. അപ്സരസ്ത്രീകൾ നൃത്തം ചെയ്തു. എല്ലാവരും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചു. ദേവനടക്കം വേലിനാഥം മുഴക്കി ഉണ്ടായി. ആ സമയത്ത് വിഭീഷണനെ സുഗ്രീവൻ പുണർന്നുകൊണ്ട് പറഞ്ഞു, ഈരേഴ് 14 ലോകത്തിലും വാഴുന്ന രാമകിങ്കരന്മാരിൽ താങ്കൾ മുഖ്യനായിട്ട് കണക്കാക്കേണ്ടതുണ്ട്. രാവണ നിഗ്രഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരണം. ഞങ്ങളും മുന്നിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വിഭീഷണൻ ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ വിഭീഷണൻ പറഞ്ഞു, ഈ ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാൻ ആരുടെ സഹായം ആവശ്യമില്ല. എന്ത് സഹായേന കാര്യം എവിടേക്ക്? ഭഗവാന് ശത്രുക്കൾ മിത്രങ്ങൾ അങ്ങനെ ഭേദമൊന്നുമില്ല. ഗൂഢസ്ഥനാനന്ദപൂർണനേക ആത്മകൻ, കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. നമുക്ക് തോന്നുന്നത് എന്താണ്, ഭഗവാൻ ആശ്രയം പലരും ഉണ്ടെന്നാണ്. എന്നാൽ ഭഗവാന് അങ്ങനെ ഒന്നുമില്ല. അതിനാൽ എന്താണ്, നമ്മളൊക്കെ സദാസമയത്തും ശ്രീരാമചന്ദ്രനെ സേവിച്ചുകൊണ്ട് കഴിയുകയാണ് വേണ്ടത് എന്നുള്ളതായ വിഭീഷണന്റെ വാക്കുകൾ കേട്ടിട്ട് എല്ലാ വാനരന്മാരും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നു.